ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാനൊരുങ്ങുന്ന ഇന്ത്യയോടുള്ള ആഗോള താൽപര്യവും ആവേശവും വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. തിരുപ്പിറവി സ്മരണയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകം. പ്രാർത്ഥനകളിലും ആഘോഷങ്ങളിലും പങ്കുചേർന്ന് വിശ്വാസികൾ. പുതുവർഷത്തെ വരവേൽക്കാൻ പുഷ്പമേളയും ദീപാലങ്കാരവുമായി തലസ്ഥാന നഗരി. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്ക അങ്കി ചാർത്തി ദീപാരാധന അല്പസമയത്തിനകം. ഇന്ത്യ ഓസീസ് ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് നാളെ മെൽബണിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയോടുള്ള ആഗോള താൽപര്യവും ആവേശവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വിനോദസഞ്ചാരികൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇവിടേക്കുള്ള യാത്ര എളുപ്പമാക്കാനും കേന്ദ്ര സർക്കാർ നിരന്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. ടൂറിസം മേഖല യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. साथियों, हमारा मध्य प्रदेश टूरिज्म के मामले में हमेशा से अव्वल रहा है और मैं खजुराहो आया हूं और पर्यटन की चर्चा ना करूं, ऐसा भला हो सकता है क्या? पर्यटन एक ऐसा सेक्टर है जो युवाओं को रोजगार भी देता है और देश की अर्थव्यवस्था को भी ताकत देता है. अब जब भारत दुनिया की तीसरी बड़ी आर्थिक शक्ति बनने जा रहा है तो दुनिया में भारत को लेकर जिज्ञासा बढ़ी है. കെൻ ബെത്വ നദികളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ദേശീയ വീക്ഷണ പദ്ധതി പ്രകാരം നദികളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയാണിത്. ഈ പദ്ധതി മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും വിവിധ ജില്ലകളിൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് ജലസേചന സൌകര്യം ലഭ്യമാക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. 1153 അടൽ ഗ്രാം സുശാസൻ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ഖാണ്ഡവ ജില്ലയിലെ ഓംകാരേശ്വറിൽ സ്ഥാപിച്ച ഓംകാരേശ്വർ ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയോജക മണ്ഡലമായ കണ്ണൂർ ധർമ്മട മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പിണറായിയിൽ നടന്നു. വിവിധ വികസന പദ്ധതികൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ മട്ടന്നൂരിൽ നാളെ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. നിർമ്മാണ അനുമതി ലഭിച്ച 189 സ്മാർട്ട് അങ്കണവാടികളിൽ 117 എണ്ണമാണ് യാഥാർത്ഥ്യമായത്. ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കണ്ണൂർ നഗരത്തോട് ചേർന്നൊഴുകുന്ന കാനാമ്പുഴയുടെ പുനരുജ്ജീവന പദ്ധതി 1ാം ഘട്ടം ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 6,40,00,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 4,40,00,000 രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാന്നൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവർത്തികൾ നടപ്പാക്കിയത്. ഈ പ്രവൃത്തി വഴി എളയാവൂർ പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൌകര്യം വർദ്ധിച്ചു. കൃഷി വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. കാനാമ്പുഴയുടെ സൌന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൌന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്രയ്ക്കായി നടപ്പാത നിർമ്മിക്കുകയും ചെയ്തു. ഇതിലൂടെ വിനോദസഞ്ചാര സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 കിലോമീറ്ററാണ് പുഴയുടെ ദൈർഘ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 100ാമത്തെ കപ്പലെത്തി. MSC മിഷേലയാണ് ഇന്ന് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത്. ഉച്ചയ്ക്ക് 1:30 കപ്പൽ ബർത്തിംഗ് പൂർത്തിയാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുപ്പിറവി
തിരുപ്പിറവിയുടെ പുണ്യസ്മരണ പുതുക്കി ലോകമെങ്ങും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിലും തിരുപ്പിറവി ചടങ്ങുകളിലും വിശ്വാസികൾക്കൊപ്പം പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. തിരുവനന്തപുരം പാളയം പള്ളി, പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് പള്ളി, എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ തുടങ്ങിയ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്ക് വൈദിക ശ്രേഷ്ഠർ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കൊച്ചി മെട്രോ ട്രെയിൻ കൂടുതൽ സർവീസുകൾ നടത്തും. ജനുവരി 4 വരെ വൈകുന്നേരങ്ങളിലെ തിരക്കേറിയ സമയത്ത് 10 അധിക സർവീസുകൾ നടത്തുമെന്നാണ് വിവരം. പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ സർവീസുണ്ടാകും. പുതുവർഷത്തെ വരവേൽക്കാൻ പുഷ്പമേളയുമായി തലസ്ഥാന നഗരി. വസന്തോത്സവം പുഷ്പമേളയുടെയും ദീപാലങ്കാരത്തിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ അല്പസമയത്തിനകം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഔഷധ സസ്യ പ്രദർശനം, ജൈവ വൈവിധ്യ പ്രദർശനം, ഭക്ഷ്യമേള, വ്യാപാരമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ മേളയിൽ ഉൾപ്പെടുന്നു. നടവഴികളും മരങ്ങളും കൊട്ടാരമതിലുകളും ദീപാലങ്കാരത്തിന്റെ ഭാഗമാകും. വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലുമായി ചേർന്നാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര അല്പം മുൻപാണ് സന്നിധാനത്തെത്തിയത്. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനയിൽ സന്നിധാനം ഭക്തിസാന്ദ്രമായി. മണ്ഡലപൂജ നാളെ ഉച്ചയ്ക്ക് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശരണമുഖരിതമാണ് കർപ്പൂരപ്രിയനായ അയ്യന്റെ സന്നിധാനവും പൂങ്കാവനവും. 6:40 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. നാളെ ഉച്ചയ്ക്ക് മണ്ഡല പൂജയും നടക്കും. സന്നിധാനത്തെത്തുന്ന തങ്കയങ്കി പേടകത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ച് 18ാം പടിക്ക് മുകളിലേക്ക് ആനയിക്കും. തുടർന്ന് ശ്രീകോവിലിനു വെളിയിൽ തന്ത്രിയും മേൽശാന്തിയും കൂടി ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലെത്തിച്ച് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തും. ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര 75 സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സന്നിധാനത്തെത്തുന്നത്. ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ 4ാം ടെസ്റ്റിന് നാളെ മെൽബണിൽ തുടക്കമാവും. ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ ഒഡീഷ പശ്ചിമബംഗാളിനെയും ഡൽഹി മണിപ്പൂരിനെയും നേരിടും. മറ്റന്നാൾ കേരളം ജമ്മുകശ്മീരിനെയും സർവീസസ് മേഘാലയയെയും നേരിടും. മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും തങ്ങളുടെ ഭൂമിയിലെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മുനമ്പത്ത് സമരത്തിൽ പങ്കെടുക്കുന്നവർ ഇന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വിഷയത്തിൽ പരിഹാരം കാണും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. അതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മറ്റ് യു.ഡി.എഫ് നേതാക്കളും സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സന്ദർശിച്ചു. സൈബർ തട്ടിപ്പുകളിലെ പ്രധാനിയെ കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത സ്വദേശി ലിങ്കൺ ബിശ്വാസാണ് അറസ്റ്റിലായത്. ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിയിലൂടെ കൊച്ചി കാക്കനാട് സ്വദേശിനിയിൽ നിന്നും 4 കോടി രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. കൊൽക്കത്ത പോലീസിന്റെ സഹായത്തോടെ ബംഗ്ലാദേശ് അതിർത്തിയായ കൃഷ്ണഗഞ്ചിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിക്ക് കംബോഡിയൻ തട്ടിപ്പ് സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തിട്ടുള്ളതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങ് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ തിരയിൽപ്പെട്ട് കാണാതായി. കടയ്ക്കാവൂർ സ്വദേശി അരുണിനെയാണ് കാണാതായത്. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ അരുണിനായി തെരച്ചിൽ നടത്തുകയാണ്. അതേസമയം മരീനാട് കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരീനാട് ജോഷുവ ആണ് മരിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സദ്ഭരണ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. 1924 ഡിസംബർ 25-ന് ഗ്വാളിയോറിൽ ജനിച്ച വാജ്പേയി നേതാവ് എന്നതിലുപരി വാഗ്മി, എഴുത്തുകാരൻ, കവി, സാമൂഹിക പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു. 3 തവണ പ്രധാനമന്ത്രിയായ വാജ്പേയിയുടെ സാമ്പത്തിക നയങ്ങൾ, അടിസ്ഥാന സൌകര്യ പദ്ധതികൾ, ദേശീയ ഗ്രാമീണ മേഖലയിലെ റോഡുകളുടെ വികസനം എന്നിവ പ്രധാന നേട്ടങ്ങളാണ്. സദ്ഭരണത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വഴികാട്ടിയായത് എ.ബി. വാജ്പേയിയുടെ ശൈലിയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ. ബിജെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടൽജി ജന്മശതാബ്ദി ആഘോഷം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാനൊരുങ്ങുന്ന ഇന്ത്യയോടുള്ള ആഗോള താൽപര്യവും ആവേശവും വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. തിരുപ്പിറവി സ്മരണയിൽ ക്രിസ്മസ് ആഘോഷിച്ച് ലോകം. പ്രാർത്ഥനകളിലും ആഘോഷങ്ങളിലും പങ്കുചേർന്ന വിശ്വാസികൾ. പുതുവർഷത്തെ വരവേൽക്കാൻ പുഷ്പമേളയും ദീപാലങ്കാരവുമായി തലസ്ഥാന നഗരി. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്ക അങ്കി ചാർത്തി ദീപാരാധനയിൽ ഭക്തിസാന്ദ്രമായി സന്നിധാനം.
ഇന്ത്യ ഓസീസ് ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് നാളെ മെൽബണിൽ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.